അജിംസ്, താങ്കൾ എഗെയിൻ വളരെ വ്യക്തമായ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചർച്ച വളരെ നല്ല രീതിയിൽ തന്നെ താങ്കൾ തിരിച്ചുവിടുകയാണ്. ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ, അതിനനുസരിച്ച് അദ്ദേഹം ചെയ്തു. ഇന്ന് മോദിജി അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നു. ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നമുക്ക് കാതലായി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് ഫയലുകൾ തയ്യാറാക്കി അത് UN-ലോട്ടും USA-ലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചതല്ലാതെ ഒന്നും കാര്യമായി ചെയ്യുവാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് കോൺഗ്രസ് സർക്കാരിൻ്റെ വലിയൊരു പരാജയത്തിലേക്കാണ് പിന്നീട് വഴി തെളിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതേസമയം BJP സർക്കാരിൻ്റെ സമയത്തുള്ള എല്ലാ ഭീകരാക്രമണങ്ങളിലും, ഇൻക്ലൂഡിങ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പോലും നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നുണ്ടോ, പ്രധാനമന്ത്രി ഡൽഹിയിൽ തന്നെയുണ്ടോ, പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ താങ്കൾക്കൊരു ബെഞ്ച് മാർക്കായിരിക്കും, ഒരു യാർഡ് സ്റ്റിക്ക് ആയിരിക്കും. പക്ഷേ ജനങ്ങൾ നോക്കുന്നത് ഔട്ട്കമാണ്, എന്താണ് റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. കോൺഗ്രസ് പ്രതിനിധിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു. ഇവിടെ അജിംസ്, താങ്കളും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, രണ്ട് പ്രധാനമന്ത്രിമാരുടെ ശൈലിയിലുള്ള വ്യത്യാസം എന്താണ്, അത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഈ ഭീകരാക്രമണത്തെ തുടർന്ന് അതിർത്തി കടന്നൊരു ആക്രമണം ഉണ്ടായില്ല. അതായത് അതിർത്തി കടന്ന് പാകിസ്ഥാൻ ആക്രമിച്ചില്ല. ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഉടൻ അതിർത്തി കടന്നൊരു ഭീകരാക്രമണം ഉണ്ടായില്ല. അപ്പോൾ പുൽവാമയായാലും പെഹൽഗാം ആയാലും നമ്മളത് ചെയ്തു, അതിർത്തി കടന്ന് അവിടെ ആക്രമിച്ചു. അതിൻ്റെ ഔട്ട്കം എന്താണ്? അവിടെ കുറേ നഷ്ടമുണ്ടായി, കുറേ ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട്. ഭീകരാക്രമണം തടയാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അജിംസ്, എഗെയിൻ താങ്കൾ തന്നെ ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കുകയാണ്, അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം. അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടത്തിയെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. എല്ലാ ഇവൻസിനും അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു റിറ്റാലിയേഷൻ, അത് എല്ലാത്തിനും അതിർത്തി കടന്ന് ആക്രമിക്കുന്നതോടെ അതൊരു വിജയം, അങ്ങനെയല്ല. അത്തരത്തിൽ നമുക്ക് ഒരു വളരെ റിഗ്രസീവായിട്ടുള്ള അനാലിസിസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ഭീകരാക്രമണത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്തുന്നതിൽ, അവർക്ക് തക്കതായ പ്രഹരം നൽകുന്നതിൽ BJP സർക്കാർ എന്നും തെളിയിച്ചിട്ടുണ്ട് അവരുടെ പ്രതിജ്ഞാബദ്ധത. അതാണ് ഞാനിവിടെ പറയുന്നത്. അതേസമയം കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് തീവ്രവാദികൾ രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം തന്നെ സുഹൈൽ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ അപസർപ്പ കഥകൾ. പറയുന്നത് 10-20 വർഷം ജയിലിൽ കിടന്ന് കോടതി അക്യൂട്ട് ചെയ്യുന്നു. അവരൊക്കെ ശരിക്കും തീവ്രവാദികൾ തന്നെയാണ് എന്നാണോ? അതല്ല ഇവിടെ ഞാൻ പറയുന്നത്, അതൊരു ഫിക്ഷനാണ്. ആ കേസ് അവിടെ അവതരിപ്പിച്ചത് തന്നെ അപസർപ്പക കഥയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ്? ഈ ഭീകരാക്രമണത്തിൽ കോടതി വർഷങ്ങൾക്ക് ശേഷം ട്രയൽ ചെയ്ത് പുറത്ത് വിടുന്ന, അവർ അക്യൂറ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് തങ്ങൾക്കെതിരെ ഇങ്ങനെ അപസർപ്പക കഥകൾ ഉണ്ടാക്കിയിട്ടാണ് അന്വേഷണ സംഘം ഞങ്ങൾ പ്രതികളാക്കിയതെന്നാണ് അവർ പറയുന്നത്. പ്രഖ്യാ സിംഗ് ഠാക്കൂറും അത് തന്നെയാണ് പറഞ്ഞത്. കേണൽ ശ്രീകാന്ത് പുരോഹിതും അത് തന്നെയാണ് പറഞ്ഞത്. അവരൊക്കെയും തീവ്രവാദികളാണോ? റൈറ്റ്. അജിംസ്, ഞാനിവിടെ വളരെ കൃത്യമായി ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. ഈ കോടതി വെറുതെ വിട്ട കേസുകളെല്ലാം അപസർപ്പക കഥകളാണ് എന്ന് പറയുന്നത് ഒരു കടന്ന കൈയാണ്, അതൊരു എഴുതാപ്പുറം വായിക്കലാണ്. കോടതി തന്നെ പറയുന്നുള്ളൂ. ബിജു നായർ, കോടതി തന്നെയാണ് കുറ്റപത്രം വായിച്ചിട്ട് കോടതിയാണ് ചോദിക്കുന്നത് ഇതെന്താണ് എഴുതി വെച്ചതെന്ന് ചോദിക്കുന്നത്. എന്നിട്ടാണ് ആളുകൾ അക്യൂട്ട് ചെയ്യുന്നത്. അതെ, അപ്പൊ അതിലേക്കാണ് ഞാൻ വരുന്നത്. അജിംസ്, ഞാൻ പറയുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ പങ്കെടുത്തോ, ആരാണ് പങ്കെടുത്തത്, എങ്ങനെയാണത് സംഭവിച്ചത് എന്ന് വ്യക്തമായി കുറ്റപത്രം ഹാജരാക്കിക്കൊണ്ട് കോടതിയിൽ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് ഇവിടെ ഈ ഒരു ചർച്ചയിൽ തന്നെ 2-3 പേര്, മോഡറേറ്ററായ താങ്കൾ ഉൾപ്പെടെ പറയുകയാണ്. അതുതന്നെയാണ് ഞാനും പറയുന്നത്. അതൊരു പരാജയമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൂടിയാണ് കോൺഗ്രസ് ഇപ്പൊ ഇന്ത്യ എന്ന ആശയം തന്നെ ഇവിടെ മുന്നോട്ട് കോൺഗ്രസ് ആണ്. പ്രഖ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്നത് ഒരു ABVP നേതാവായിരുന്നു. അവർ പിന്നീട് അഭിനവ് ഭാരത് എന്നൊരു തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അവർ മാലേഗാവ് സ്ഫോടനത്തിൽ UAPA കേസ് ചാർത്തി പ്രതി ചേർക്കപ്പെട്ട് ജയിൽ ശിക്ഷ എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി അവർ ചെയ്തതെന്താണെന്നറിയാമോ? ഭോപ്പാലിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് MP ആയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടെറർ അക്യൂസിനെ പിന്തുണയ്ക്കുന്ന പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം ഏതാണ്?
അതെ അജിംസ്, എഗെയിൻ താങ്കൾ വളരെ വ്യക്തമായ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. താങ്കളെ ഞാൻ അതിൽ അഭിനന്ദിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? BJPക്ക് വളരെ വ്യക്തമായി ഇവിടെ പറയുവാനുള്ളത്, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് സാഫ്രൺ ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടുപേരും ഒരേ രീതിയിൽ പറയുമ്പോഴാണ് ജനങ്ങൾ വിധി എഴുതേണ്ടി വരുന്നത്. കോൺഗ്രസ് കൃത്യമായി പറയുന്നു സാഫ്രൺ ടെററിന്റെ ഭാഗമായാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഈ ചർച്ചയിൽ ബീഹാറിൽ ഇതാ എക്സിറ്റ് പോളുകൾ BJPക്ക് അനുകൂലമായി വരുന്നു. ഇതിനു വേണ്ടിയാണോ ഇന്നലെ നടന്ന സ്ഫോടനം എന്നൊക്കെ ഈ ചർച്ചയിൽ തന്നെ ആളുകൾ പറയുകയുണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, എന്തുമാത്രം ഇല്ലോജിക്കലായിട്ടാണ് നമ്മൾ ഈ ഒരു വളരെ സുപ്രധാനമായ ഒരു സംഭവത്തെ ചർച്ച ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണിത്? ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ്. ഇതില്ലാ കഥകൾ മെനഞ്ഞെടുക്കുക മാത്രമാണ്. ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ പോളറൈസേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുവാൻ ഇവിടെ താല്പര്യപ്പെടുന്നത്. ശരിയാണ്, ഒരുപാട് കേസുകളിൽ വിട്ടയക്കപ്പെട്ടവരുണ്ടാകാം, ശിക്ഷിക്കപ്പെട്ടവരുണ്ടാകാം, അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നിരിക്കാം, ചില സമയങ്ങളിൽ ഇവർ നിരപരാധികൾ തന്നെ ആയിരിക്കാം. ഇതൊന്നും ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ ചർച്ചയിൽ എടുത്ത് വിശദമായി തെളിവ് സഹിതം ആരെയും ബോധിപ്പിക്കുവാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു ഇന്നലെ നടന്ന സംഭവം, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഇന്ന് വ്യക്തമായി നമുക്ക് അറിയില്ല. നമുക്ക് കാത്തിരിക്കാം, ആരാണെന്ന് പറയട്ടെ, അവരെന്തിനു വേണ്ടി സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ഓരോ പൗരനും ചെയ്യേണ്ട കാര്യമാണ്.